ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇന്ന് ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? ഞങ്ങളിന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട്. എഴുന്നേൽക്കാൻ ഇച്ചിരി ലേറ്റായി പോയി. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത്, ഇച്ചിരി ലേറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല, കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് പെട്ടെന്ന് വരാം. എന്നിട്ട് ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം ബാക്കി എങ്ങോട്ടാണ് പോണേ, ആരുടെ അടുത്തേക്ക എന്താ ഏതാന്നുള്ള ഡീറ്റെയിൽസ് ഞാനൊക്കെ വന്നിട്ട് കുളിച്ച് ഡ്രസ്സ് മാറി വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിന്ന് പോകുന്നത് മലയാറ്റൂരാണ്. ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങളിപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എങ്ങടേലും ഇറങ്ങാമെന്ന് വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല പോർക്ക്, ബീഫ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, അവനും അവൻ്റെ കുട്ടിയും കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതിന്റെ ഉള്ളിൽ നമ്മുടെ വീട് തന്നെ. നമ്മള് നിന്ന സ്ഥലമില്ല, പാറ. ആ പാറ നമ്മൾ കുറച്ചുകൂടി നടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ മടയാ. നമ്മൾ ഇതിന്റെ പൊക്കത്ത് വരും. ഇവിടന്ന് ഇങ്ങടേക്ക് തിരിഞ്ഞ നേരെ മലയാറ്റൂര്, കന്യമംഗ, മറ്റേ യൂക്കാലി, മഹാഗണിത്തോട്ടം, അങ്ങനെ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ പ്ലാന്റേഷൻ. നമ്മൾ നേരെ പോണേ. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഇതിൽ പോയി നമ്മുടെ വീട്ടിലേക്ക് പോയി നമ്മുടെ വീട്ടിലേക്ക്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ പ്ലാന്റേഷൻ. ഇവിടുന്ന് രാത്രി ഒരു മനുഷ്യൻ വന്നില്ല കേട്ടോ. അമ്മ പറഞ്ഞ കൈയിട്ട് ബ്ലാമ്പി ചായ കിട്ടുന്നത് ഇവിടെയാണ്. പക്ഷെ ഇവിടെ ഓൾറെഡി ഏറ്റവും ഹൈലൈറ്റ് സ്പോട്ട് ഇതാണ്. കടക്കിലുള്ള സ്പോട്ടല്ലേ. ഇവിടെ ഈ വളവാണ് സീൻ. ഈ വളവ് അതായത് അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടം വരുമ്പോഴത്തേനും ടാസ്ക് ആവും. ഇവിടെ ആന ഉണ്ടാവും, ഈ വളവിൽ ആന ഉണ്ടാവും. ഇങ്ങനെ രാത്രി കൺഫേം ആയിട്ട് ആന ഉണ്ടാവും ഇവിടെ. ആന മറിച്ചിട്ട് കണക്ക്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കണ്ട് ആതിരപ്പള്ളിയുടെ എൻട്രി വരെ പോയി. അങ്ങനെ ആതിരപ്പള്ളി ഇവൻ്റെ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. അങ്ങനെ ക്രിസ്മസ് ഞങ്ങൾ ഇങ്ങനെ നല്ല അടിപൊളി ഈ എറണാകുളം സിറ്റിയിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് ഫുള്ള് കാടും കാര്യങ്ങളായിട്ട് അങ്ങനെ കണ്ട് ഞങ്ങൾ ആനനെയൊക്കെ കണ്ടു കേട്ടോ. 6 ആനനെയൊക്കെ കണ്ട്. അങ്ങനെ ആതിരപ്പള്ളീൻ്റെ അവിടുത്തെ പുഴയും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ആനനെ കണ്ടത് കാണിച്ചു തരാം. അത് ഇച്ചിരിയെ വീഡിയോ കിട്ടിയുള്ളൂ. ഇത് കണ്ടോ, 4-5 ആന ഉണ്ടായിരുന്നേ, ഒരു ഒറ്റക്കൊമ്പനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആനനെയൊക്കെ കണ്ട് ആനയ്ക്ക് വരുമ്പോഴേക്കും അപ്പോഴേക്കും അവിടെ ഫോറസ്റ്റുകാർ എത്തിയിട്ടുണ്ടാവും. കുറച്ച് ഇരുട്ട് ആയപ്പോഴേക്കും. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ, നമ്മുടെ മലയാറ്റൂർ മലയില്ലേ, അവിടെ ഈ ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ നക്ഷത്ര തടാകം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അങ്ങോട്ട് പോയി. ഇതാണ് അവൻ്റെ വീട് വരുന്നത്. സ്റ്റാർ ഇതിങ്ങനെ കത്തിയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം ഫ്രണ്ടിലൊക്കെ കാടും കാര്യങ്ങളല്ലേ, അപ്പോൾ വീടിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നക്ഷത്ര തടാകം, അവിടെയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ. കാരണം അതൊക്കെ കാണുന്നത് കൊണ്ട് വീഡിയോ ഒന്നും അങ്ങനെ എടുത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫിലെ ഫസ്റ്റത്തെ ക്രിസ്മസ് ആഘോഷം. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായോ? ഇത് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റായി, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.